Agriculture credit. Agriculture production, it depends on factors that like the availability of land, quality of seeds, irrigation facilities. These all things that we have to look in the case of agriculture production. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ നമ്മൾ എന്തിലെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ലാൻഡിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് ഒരു ഘടകം, ക്വാളിറ്റി ഉണ്ട്, സീഡ്സിൻ്റെ ക്വാളിറ്റി, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്, അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്. ഇതിൽ ക്രെഡിറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കമ്മിറ്റീസ് പലതരമുണ്ട്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി 1954 മുതലുള്ളത്. ഇതിൽ നമുക്ക് 3 ബാങ്കുകളെ കുറിച്ച് നമുക്ക് പറയാം. കോപ്പറേറ്റീവ്, RRB റീജിയണൽ റൂറൽ ബാങ്ക്, അതുപോലെ തന്നെ കമേഴ്ഷ്യൽ. 3 തരത്തിലുള്ള ക്രെഡിറ്റ് സിസ്റ്റംസ് ഉണ്ട്. ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം. ഷോർട്ട് ടേമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 15 മാസമാണ് അതിൻ്റെ കാലാവധി. സീഡ് പർച്ചേസ് ചെയ്യാൻ, അതുപോലെ തന്നെ മാനുവേഴ്സ്, ഫെർട്ടിലൈസേഴ്സ്, ലേബർ ചാർജസ്, ഇതെല്ലാം ഈ ഷോർട്ട് ടേമിൽ വരും. മീഡിയം ടേം എന്ന് പറയുന്നത് 15 മുതൽ 5 വർഷം, 15 മാസം മുതൽ 5 വർഷം വരെയുള്ള കാലയളവാണ് അവിടെയുള്ളത്. വെല്ല് ക്ലീൻ ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങൾ, ബുള്ളക്സ്, പമ്പിംഗ് പ്ലാന്റ്, ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ഇംപ്ലിമെൻറ്റ്സ്, ഇതൊക്കെയാണ് മീഡിയം ടേം. ലോങ് ടേം എന്ന് പറയുന്നത് 5 കൊല്ലത്തിന് മുകളിലായിട്ട് ക്യാപിറ്റൽ ഫോർമേഷൻ ആണ് അതിൽ മെയിനായിട്ട് വരുന്നത്. ഗ്രോത്ത് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1960s തുടങ്ങി ഗ്രീൻ റെവല്യൂഷൻ്റെ ഉത്ഭവത്തോടു കൂടി വളരെയധികം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അഗ്രികൾച്ചർ ഗ്രോത്തിൽ കാണാൻ സാധിക്കും. 3.13%, 2.1%, അങ്ങനെ പല രീതിയിലും നമുക്കതിൻ്റെ ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കും. പ്രൊഡക്ഷൻ ഓഫ് ഓൾ ക്രോപ്സ് റെക്കോർഡ് ഡേ ഗ്രോത്ത് റേറ്റ്, എല്ലാ ക്രോപ്സും എടുക്കുകയാണെങ്കിൽ 3.77 ആണ് അതിൻ്റെ റെക്കോർഡഡ് റേറ്റ് കാണിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഓഫ് 1980s തുടക്കമെന്ന് പറയുന്നത് 3.92 ആണ്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് അത് അത്രയാണ്, അതായത് 3.92 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രോത്ത്. ഇതേപോലെ തന്നെ പ്രൊഡക്ഷനിൽ ചെറിയൊരു സ്ലോ ഡൗൺ 1990s നമുക്ക് കാണാൻ സാധിക്കും. അതായത് 2.44 നിന്ന് അത് കുറഞ്ഞ് 1.63 കുറയുന്നതായിട്ട് കാണാം. ഫുഡ് ഗ്രെയിൻസ് എന്ന് പറയുന്നത് ദേ ഫെയിൽഡ് ടു കീപ് പേസ് വിത്ത് ദ പോപ്പുലേഷൻ, അതായത് പോപ്പുലേഷൻ ഗ്രോത്തിന് അനുപാതമായിട്ട് ഫുഡ് ഗ്രെയിൻസിൻ്റെ വളർച്ച ഉണ്ടായില്ല എന്നാണ് 1991 കണക്ക് പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രെഡിറ്റിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് 3 സോഴ്സസാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കോപ്പറേറ്റീവ്സ് ആൻഡ് ഫാം ക്രെഡിറ്റ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 100 കൊല്ലത്തെ പഴക്കമുണ്ട് അതിന്. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഉണ്ട്, സൊസൈറ്റീസുകൾ. അതുപോലെ തന്നെ 76% ഓഫ് റൂറൽ ക്രെഡിറ്റ് ഔട്ട്ലെറ്റ്സ് ഇതാണ്. അതുപോലെ തന്നെ ലോങ് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ പല ഇഷ്യൂസും പല കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഇൻ്റഗ്രേഷൻ ഓഫ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം സ്ട്രക്ചർ, കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ റീവൈറ്റലൈസേഷൻ, ഡിപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് കൺട്രോള്, ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം തന്നെ മെമ്പർ ഡ്രിവൻ കോപ്പറേറ്റീവ്സ്, ഇതെല്ലാം നമുക്കതിൽ കാണാൻ സാധിക്കും. ഇനി അടുത്തത് കമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമം ക്രെഡിറ്റ് കിട്ടുക, ആളുകളുടെ കയ്യിൽ കൂടുതൽ വായ്പാ സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഇത് 2341 crore 1991 കണക്കനുസരിച്ച്. ഇത് ഇൻക്രീസ് ചെയ്തിട്ട് 12,874 കോടിയായി 2006-07 കാലഘട്ടത്തിൽ 68% വർധനമെല്ലാം നമുക്കിതിൽ കാണാൻ സാധിക്കും. RRBയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് സിനോറിയോയിലുള്ള ഒരു പുതിയൊരു എൻട്രി ആണിത്. സ്മോൾ ഷെയർ ആണ് ഈ അഗ്രികൾച്ചറിൽ ഒരു ചെറിയൊരു ഷെയർ. ഇതിൽ 2000 3,172 crores ആണ് 2000 അതിൻ്റെ ക്രെഡിറ്റ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. 2008 അത് 60% അത് കാണിക്കുന്ന ക്രെഡിറ്റ് സിറ്റുവേഷൻ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് RRBയിൽ. പിന്നെ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ അഗ്രികൾച്ചർ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. അതായത് ക്യാപിറ്റൽ പ്രോപ്പറായിട്ട് ഫോം ചെയ്യുന്നില്ല, ലോ റേറ്റ് ആണ്. നെക്സിനെ സംബന്ധിച്ചിടത്തോളം എബിലിറ്റി ടു ഇൻവെസ്റ്റ് അത് വളരെ വീക്കാണ്. ലൂയിസിനെ സംബന്ധിച്ചിടത്തോളം ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ലോ സേവിങ്സ്,
സിംഗറിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ദ ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇതൊക്കെയാണ് ഒരു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. ഇൻ്റഗ്രേഷൻ്റെ ലാക്ക് ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. ഇനി നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന പോയിന്റിൽ 3-4 പോയിൻറ്റ്സ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ദർ ഈസ് എ കണ്ടിന്യൂസ് ഫോൾ ഇൻ ദ സേവിങ്സ് ഓഫ് പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിൽ വളരെ ഒരു ഫോൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ GDC അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷനിൽ നമുക്കത് കാണാൻ സാധിക്കും. ഈ ഷെയർ ഓഫ് ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ കെയിം ഡൗൺ. ദെൻ ഷെയർ ഓഫ് അഗ്രികൾച്ചർ സെക്ടേഴ്സ് ക്യാപിറ്റൽ ഫോർമേഷൻസ് ഇൻ GDP. അപ്പോൾ 3 കാര്യങ്ങളാണ്. പബ്ലിക് സെക്ടറിൻ്റെ സേവിങ് കുറഞ്ഞു, ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ കുറയുന്നുണ്ട്, ഷെയർ ഓഫ് അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ക്യാപിറ്റൽ ഫോർമേഷൻ കുറയുന്നുണ്ട്. ദ ഡിക്ലൈൻ ഇൻ ദ ഷെയർ ഓഫ് ഈസ് മെയിൻലി ഡ്യൂ ടു ദ. അപ്പോൾ എന്തുകൊണ്ട് അഗ്രികൾച്ചർ സെക്ടറിൽ ക്യാപിറ്റൽ ഫോർമേഷൻ കുറയുന്നു? അതിൻ്റെ കാരണമായിട്ട് ഇവിടെ പറയുന്നത് ബിക്കോസ് ഓഫ് ദ ഫോൾ ഇൻ ദ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇറിഗേഷനിൽ ഉണ്ടാകുന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് അഗ്രികൾച്ചർ ഹാസ് ബീൻ ഡിക്ലൈനിങ്. അതുപോലെ തന്നെ അഗ്രികൾച്ചറിലുള്ള പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു. ഇനി അടുത്തത് കോപ്പറേറ്റീവ് സെക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മേജർ സോഴ്സാണ് അതിൻ്റെ പോളിസി. മേജർ ക്യാപിറ്റൽ ഫോർമേഷനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സാണ് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ് ഫോർ അഗ്രികൾച്ചർ ഹാസ് ബീൻ ഇൻക്രീസ്ഡ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏജൻസീസ് ആർ മെയിൻറ്റെയിനിങ് priority sectors are giving more importance. Per hectare investment is much lower than prescribe ചെയ്തിട്ടുള്ളതിനേക്കാളും അല്ലെങ്കിൽ ആവശ്യമുള്ളതിനേക്കാളും കുറവാണ് പെർ ഹെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റായിട്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ദർ ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് എ റിവേഴ്സൽ ഓഫ് ദിസ് അൺഫേവറബിൾ ട്രെൻഡ്. അൺഫേവറബിൾ ട്രെൻഡാണ് നമ്മളുടെ ഒരു കൺക്ലൂഷനിൽ നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതൊരു റിവേഴ്സൽ ഉണ്ടാകാം, ഒരു ഇൻക്രീസ് ടേൺ പോലെ ഗവൺമെൻറ്റിൻ്റെ വിഷൻ അനുസൃതമായിട്ട്, ഗവൺമെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് ഇതിനനുസൃതമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള അൺഫേവറബിൾ ആയിട്ടുള്ളൊരു ട്രെൻഡിൽ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.